തൃശൂർ പൂരം നടത്തിപ്പിൽ അനിശ്ചിതത്വവും ഉണ്ടാകരുത് എന്ന് മുഖ്യമന്ത്രി. ആചാരപരമായ കാര്യങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ സുരക്ഷ ഒരുക്കണം. പൂരത്തിന് മുൻപ് സുരക്ഷാ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉമേഷ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം? ഉമേഷ്, മുഖ്യമന്ത്രി നേരിട്ട് ഇത്തരത്തിലൊരു അവലോകന യോഗം വിളിച്ചാണ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനം, കഴിഞ്ഞ വർഷം ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്ന് കഴിഞ്ഞ വർഷം തന്നെ അതിനുശേഷവും സർക്കാരും വിലയിരുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ അത്തരം അനിഷ്ട സംഭവങ്ങൾ ഈ വർഷം ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം. മുഖ്യമന്ത്രി പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ സുരക്ഷാ ആക്ഷൻ പ്ലാൻ നേരത്തെ തന്നെ തയ്യാറാക്കണം. സുരക്ഷാ ആക്ഷൻ പ്ലാൻ അനുസരിച്ചുള്ള നടപടികൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ജില്ലാ ഭരണകൂടം വിലയിരുത്തണം. പ്രധാനമായി വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ്, ഇവ രണ്ടുമാണ് ഏറ്റവും പ്രധാന ആചാരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ ആചാരങ്ങൾ മറികടക്കാത്ത അല്ലെങ്കിൽ ആചാരങ്ങൾക്ക് ഭംഗം വരാത്ത രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കേണ്ടത്. പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങൾ, കോടതി നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കൃത്യമായി പാലിക്കുകയും വേണം. എന്നാൽ കേന്ദ്ര സർക്കാർ ഇറക്കിയ ആനകളും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട 2024 ഒക്ടോബർ 11 കേന്ദ്ര സർക്കാർ ഇറക്കിയ സർക്കുലർ അത് കൃത്യമായി പാലിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് 2 ദിവസങ്ങളും അറിയിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതിന് വേണ്ട കാര്യങ്ങൾ, ഏതെങ്കിലും രീതിയിലുള്ള ഇളവുകൾ നൽകാനാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം നിർദ്ദേശിച്ചു. അത് ജില്ലാ ഭരണകൂടം പരിശോധിക്കേണ്ടി വരും. പരിശോധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഇളവുകൾ നൽകണമെങ്കിൽ ആ ഇളവുകൾ നൽകേണ്ട കാര്യവും ജില്ലാ ഭരണകൂടമാണ് തീരുമാനിക്കേണ്ടത്. പൂരവുമായി ബന്ധപ്പെട്ട് നാട്ടാനകളുടെ ഓണർഷിപ്പ് സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ അത് ലഭിക്കുന്നതിൽ ചില കാലതാമസമുണ്ടെന്ന് പരാതിയുണ്ട്. ഈ കാര്യങ്ങൾ അടിയന്തരമായി വനംവകുപ്പ് ഇടപെട്ട് അതിൽ വേണ്ട നടപടികൾ കൈക്കൊള്ളണം. പൂരത്തിന് ശോഭ കെടുത്തുന്ന വിധത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പറയുന്നു. ഉന്മേഷ്.